പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു ചോദ്യം നിങ്ങളുമായി ചർച്ച ചെയ്യാനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ചോദ്യം മറ്റൊന്നുമല്ല, പത്രവാർത്ത തയ്യാറാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും UP എന്നോ ഹൈസ്കൂൾ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പത്രവാർത്ത തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ. പത്രവാർത്ത നമുക്കറിയാം, ഏതെങ്കിലും ഒരു സംഭവത്തിനെ ചുരുക്കി അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പത്രവാർത്ത എന്ന് വിളിക്കുക, അല്ലേ? പത്രവാർത്ത കാണാത്ത കുഞ്ഞുമക്കളോ ആരും ഉണ്ടാവില്ല. പക്ഷേ എഴുതുമ്പോൾ പലപ്പോഴും തെറ്റ് സംഭവിക്കാറുണ്ട്. ആ ഒരു തെറ്റ് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ നിങ്ങൾക്ക് എന്താണ് ഒരു പത്രവാർത്ത എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. പത്രവാർത്ത എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. പത്രവാർത്ത നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അതാണ് ഉചിതവും ആകർഷണീയവുമായ തലക്കെട്ടുണ്ടാവണം. ഉചിതവും ആകർഷണീയവുമായിരിക്കണം, അല്ലെ? വായിക്കാൻ നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള തലക്കെട്ടായിരിക്കണം ഉണ്ടാകുന്നത്. അതായത് സംഭവം എന്താണോ നമ്മൾ ആശയം എഴുതാൻ പോകുന്നത്, ആ ആശയത്തോട് ഏറ്റവും അടുത്ത് നീതി പുലർത്തുന്ന അല്ലെങ്കിൽ അതിനോട് ഏറ്റവും യോജിച്ച രീതിയിലുള്ള തലക്കെട്ടാണ് നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായോ? നല്ല തലക്കെട്ട് എഴുതിയില്ലെങ്കിൽ മാർക്ക് തരുന്ന അധ്യാപകൻ നിങ്ങളെ തലക്കിട്ട് തല്ലുന്ന അവസ്ഥയുണ്ടാകും, അല്ലേ? അതുകൊണ്ട് തലക്കെട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. തലക്കെട്ട് നല്ല തലക്കെട്ടാണ് എപ്പോഴും ഒരു പത്രവാർത്തയുടെ അഴക് എന്ന് പറയുന്നത്. അതിൻ്റെ ശീർഷകമാണ്, അല്ലെങ്കിൽ തലക്കെട്ടാണ്, അല്ലെങ്കിൽ ഹെഡിങ് ആണ്. അപ്പോൾ ഒരു വാർത്ത നിങ്ങൾ എഴുതുന്ന സമയത്ത്, പത്രവാർത്ത എഴുതാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ഉചിതവും ആകർഷണീയവുമായ തലക്കെട്ട് എഴുതണം. അതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പത്രവാർത്ത എഴുതുന്ന സമയത്ത് തലക്കെട്ട് എഴുതണം. ഇനി സ്ഥലനാമം എഴുതണം, അല്ലേ? വാർത്ത തുടങ്ങുന്നതിന് സ്ഥലനാമം വെച്ചുകൊണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങളായിരിക്കും അവതരിപ്പിക്കേണ്ടത്. സ്ഥലനാമമാണ് നമ്മൾ എഴുതേണ്ടത്, അല്ലെ? ഇപ്പം കോഴിക്കോട്, വയനാട്, അതല്ലെങ്കിൽ കൊല്ലം, അല്ലെങ്കിൽ കോട്ടയം, അതല്ലെങ്കിൽ പാലക്കാട്, ഏതെങ്കിലും എവിടെയാണോ നടക്കുന്നത് അവിടെ ആ പ്രദേശത്തിലെ ചിലപ്പം ഒരു ജില്ലയ്ക്കുള്ളിലെ പ്രശ്നങ്ങളായിരിക്കും അവതരിപ്പിക്കുന്നത്. ഒരു ജില്ലയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ സമീപ പ്രദേശത്ത് മാലിന്യങ്ങൾ തള്ളുന്ന അവസ്ഥയെ മാലിന്യങ്ങൾ തള്ളുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതാണ് പിറ്റേന്ന് പത്രവാർത്ത ആയി വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? കള്ളനെ കയ്യോടെ പിടികൂടി, ഒരു പത്രവാർത്തയാണ്. അപ്പോൾ വായിക്കുന്നതിന് കള്ളനെ കയ്യോടെ പിടികൂടിയോ? എന്താണ് വായിക്കാനുള്ള ഒരു ഏതൊരു വാർത്തയാണെങ്കിലും അതിന് കൃത്യമായി നല്ലൊരു തലക്കെട്ടുണ്ടായിരിക്കും. അല്ല, മാലിന്യം തള്ളുന്നവരെ നാട്ടുകാർ പിടികൂടി, ഇങ്ങനെയുള്ള ഏറ്റവും സംഭവത്തിനോട് ചേർന്ന് നിൽക്കുന്ന തലക്കെട്ടാണ് വേണ്ടത്. സ്ഥലനാമം എഴുതണം. പിന്നെ ആശയങ്ങൾ ചോർന്നു പോകാതെ ചുരുക്കി എഴുതണം. അതാണ് പത്രവാർത്തയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ആശയങ്ങൾ ചോർന്നു പോകാതെ ചുരുക്കി എഴുതാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ എഴുതുന്നതിനെയാണ് പത്രവാർത്ത എന്ന് പറയുക. സത്യസന്ധമായ രചനയായിരിക്കണം. അത് സത്യസന്ധമായ രചനയായിരിക്കണം. അതാണ് വാർത്ത എന്ന് പറയുന്നത് തന്നെ. എന്താണ് മക്കളെ? വാർത്ത എന്ന് പറയുന്നത് സത്യത്തിന് നേരെ പിടിച്ച കണ്ണാടിയാകണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് തന്നെ അവിടെ ഉദ്ദേശിച്ചത്. സത്യസന്ധമായി നടന്ന കാര്യങ്ങൾ വേണം എഴുതാൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കെന്താകും? പത്രവാർത്തയ്ക്ക് കിട്ടാവുന്ന മാർക്ക് കൃത്യമായി കിട്ടിയിരിക്കും. അപ്പോൾ പത്രവാർത്ത എങ്ങനെ എഴുതണമെന്ന് മക്കളൊക്കെ മനസ്സിലായല്ലോ. തലക്കെട്ട്, നല്ലൊരു തലക്കെട്ട് അല്ലെങ്കിൽ ശീർഷകം ഉണ്ടായിരിക്കണം. സ്ഥലനാമം ഉണ്ടായിരിക്കണം. ആശയങ്ങൾ ചോർന്നു പോകാതെ ചുരുക്കി എഴുതാൻ നമുക്ക് സാധിക്കണം. അതുപോലെ സത്യസന്ധമായ രചനയായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം പത്രവാർത്ത ക്ലിയറായോ? ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു ചോദ്യവുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബായ്.